അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, നിയമസഭയിൽ താണ്ഡവ നൃത്തമാടി കമ്പ്യൂട്ടറുകളും സ്പീക്കറിൻ്റെ ചെയറും അടക്കം സ്പീക്കറിൻ്റെ ചേംബറിൽ നിന്നെടുത്ത് താഴേക്കെറിഞ്ഞവരെ മായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകിയ സർക്കാർ DFO ഓഫീസ് അടിച്ചു തകർത്തതിൽ ഒരു ദൃശ്യത്തിൽ പോലും ഇല്ലാത്ത PV അൻവറിനെതിരെ കേസെടുത്ത് 3 ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ജയിലിലടച്ച് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പുറത്തു വരികയാണ്. എന്ത് പോലീസാണിത്? പോലീസിന് വീഴ്ച പറ്റിയോ? അരുൺ, ഇതിനെ കാണേണ്ടത് വ്യത്യസ്തമായി ഒരു സംഭവ വികാസവും ശ്രീ PV അൻവറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്നാമതായി, ഏതൊരു പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടാൽ ആ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നത് അങ്ങ് പരിശോധിച്ചാൽ അറിയാം. ഈ PDPP ആക്ട് വരുന്നതിനു മുമ്പ് വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരങ്ങളുടെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുന്നതായി നാം കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിയമത്തിൽ വന്നിട്ടുള്ള ഭേദഗതിയെ തുടർന്ന് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമെന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന പൊതുമുതലിന് തത്തുല്യമായി തുക കോടതിയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ്. ഏറ്റവും പരമപ്രധാനമായി ജാമ്യ വ്യവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ കെട്ടിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത നമുക്ക് മറന്നുകൊണ്ട് ഈ ചർച്ചകളിലേക്ക് പോകാനാവില്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു അമെൻമെൻറ്റിന് ശേഷം വന്നിട്ടുള്ള ഒരു നടപടി മാത്രമല്ല ഒരു MLA എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കും ലഭിക്കാൻ പാടില്ലാത്ത എല്ലാ പൗരന്മാരും തുല്യരെന്ന് കാണാൻ കഴിയുന്ന അർത്ഥത്തിൽ ഒരു കേസിൽ പ്രതിയാക്കപ്പെടുമ്പോൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കൊട്ടിഘോഷിക്കുന്നത് പോലെ ശ്രീ PV അൻവറിന് ജാമ്യം ലഭിച്ചത് കോടതിയുടെയോ പോലീസിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള പരാജയമല്ല. ബെയിൽ ഇസ് ദ റൂൾ ആൻഡ് ജയിൽ ഇസ് ദ എക്സെപ്ഷൻ എന്നാണ് നിയമം പറയുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിക്കപ്പെടുന്ന 3 ഘടകങ്ങളാണ് ഇക്കാര്യത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ എന്തായിരുന്നു? ബി എൻ ഹസ്കർ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ അല്ലേ? അങ്ങനല്ല, അത് കോടതിയുടെ പരിഗണനയുടെ വിഷയമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു നോട്ടീസ് കൊടുത്ത് നമ്മുടെ നിയമസഭാ സാമാജികനായ PV അൻവറെ എന്തുകൊണ്ട് പോലീസ് വിളിപ്പിച്ചില്ല? 120ഓളം പോലീസുകാരാണ് ഇന്നലെ ഉദായിയിലെ വീട് വളഞ്ഞത്. അതിൽ DYSP ആണ് അതിന് നേതൃത്വം കൊടുത്തത്. വീട്ടിനുള്ളിൽ കയറി അറസ്റ്റ് ചെയ്യാൻ PV അൻവർ കൊള്ള മുതൽ മോഷ്ടിച്ചിട്ടില്ലല്ലോ, സ്വർണം കടത്തിയിട്ടില്ലല്ലോ, സ്വർണം പൊട്ടിച്ചിട്ടില്ലല്ലോ, കൊലപാതകത്തിന്റെ കേസില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു നോട്ടീസ് കൊടുത്ത് ഓഫീസിലേക്ക് വിളിപ്പിച്ച് വേണ്ടി വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടാവുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് PV അൻവറിനെ ഇന്നലെ പ്രൈം ടൈം ബുള്ളറ്റിലെ കേന്ദ്ര കഥാപാത്രമാക്കി പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്? അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അതിലൊരു അസാധാരണത്വം താങ്കൾക്ക് തോന്നുന്നില്ലേ? അല്ല, നിശ്ചയമായി അതിനെ കാണേണ്ട മറ്റൊരു തരത്തിലാണ്. രാഷ്ട്രീയ അനാഥത്വം കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടുന്ന ഒരു അവസരത്തിലായിരുന്നു ശ്രീ PV അൻവർ ഇന്നലെ വൈകുന്നേരം വരെ. സ്വാഭാവികമായും ആ രാഷ്ട്രീയ അനാഥത്വം വന്നത് അദ്ദേഹം സഖാവ് പിണറായിക്കും സഖാവ് P ശശിക്കുമെതിരെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പോലെ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും യാതൊരു തരത്തിലും ഒരുമിച്ച് പോകാതിരുന്നൊരു സാഹചര്യത്തിൽ കേരളീയ പൊതുസമൂഹം അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. നിർഭാഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. നിയമപരമായി പരിശോധിച്ചാൽ അറസ്റ്റ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ രാഷ്ട്രീയമായി പരിശോധിച്ചിട്ടുള്ളത് PV അൻവറിന് വലിയ മൈലേജ് ലഭിച്ചിട്ടുണ്ട്. ഒരു MLA ഇന്ന് മന്ത്രിയല്ലേ? അല്ല ഡോക്ടർ അരുൺ, മറ്റൊരു തലത്തിൽ കാണണം. ഇപ്പോൾ കുറ്റാരോപിതൻ എന്നുള്ള നിലയിൽ മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നതിനോ മന്ത്രിസഭാ അംഗമായി തുടരുന്നതിനോ നിയമപരമായി യാതൊരു പിശകുമില്ല. അപ്പോൾ ഒരു ജനപ്രതിനിധി മന്ത്രിസഭ മന്ത്രിയല്ലേ ഇന്നിപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? കൺമുന്നിൽ ഈ കമ്പ്യൂട്ടറും സ്പീക്കറുടെ ചെയറും എടുത്തിട്ടേക്കുന്നയാളല്ലേ കേരളത്തിന്റെ LDF കൺവീനർ അടക്കമായ പദവികൾ അലങ്കരിച്ചിരുന്നത്? അവർക്കെതിരെ ഒന്നുമില്ലാത്ത അനിവാര്യത PV അൻവറിന്റെ കാര്യത്തിൽ മാത്രം എങ്ങനെ വരും? അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അങ്ങ് കേരളത്തിലെ MLA പരിശോധിക്കൂ. ഈ MLA-മാരോ MP-മാരെ പരിശോധിച്ചാൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട കേസുകൾ പ്രതിയാകാത്ത എത്ര MLA-മാരും MP-മാരും ഒരിക്കലെങ്കിലും പ്രതിയാക്കപ്പെടാത്ത പൊതുമുതൽ നശിപ്പിച്ച് 35,000 രൂപയുടെ പൊതുമുതലല്ലേ നമ്മൾ ഈ പറയുന്നത്? ഒരു രൂപയുടേതാണെങ്കിലും അത് ശരിയായ രീതിയല്ല. അത് തന്നെയാണ് റിപ്പോർട്ടർ TVയുടെ നിലപാട്. പക്ഷേ 35,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതിന് 120 പോലീസുകാരെയും DYSP-യെയും നിയോഗിച്ച് അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ ഒരു MLA അറസ്റ്റ് ചെയ്യേണ്ട അനിവാര്യത എന്താണ്? ഒന്ന്
പൗരൻ ഏതൊരു പൗരനും തുല്യരാണെന്നുള്ള സന്ദേശമാണ് അതിലൂടെ വന്നിട്ടുള്ളത്. അതൊരു അനിവാര്യം. അതുകൊണ്ടാണ് ഞാൻ അറസ്റ്റ് അനിവാര്യമാണെന്ന് പറഞ്ഞത്. പൊതുമുതൽ നശിപ്പിക്കുക എന്നുള്ളത് നിങ്ങളിങ്ങനെ മഹത്വം അത് ആരും ചെയ്താലും LDF-ലെ MLA-മാരെ എന്തുകൊണ്ടാണ് കസ്റ്റഡിയിൽ എടുക്കാത്തതും എന്തുകൊണ്ടാണ് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ കേസ് നേരിടുന്ന ഈ മന്ത്രിമാരടക്കമുള്ളവരെ എന്തുകൊണ്ടാണ് ആ കേസിൽ നിന്ന് പിൻവലിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നത്? അല്ല, അതിന് രണ്ട് തലത്തിൽ കാണണം. ഒന്ന്, അതിൽ കുറ്റപത്രം നൽകിയിട്ടുള്ളതാണ് ക്രൈം സ്റ്റേജിൽ മാത്രം. അതായത് ഒരു FIR എടുത്ത് ആ FIR-ന്റെ പേരിൽ പോലീസ് അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ മാത്രമേ അറസ്റ്റിൻ്റെ പ്രസക്തിയുള്ളൂ. ആ കേസിൽ കുറ്റപത്രം അടക്കം നൽകിയിട്ടുള്ളതാണ്. UDF-ന്റെ ഭരണകാലത്താണല്ലോ ആ കേസ് എടുത്തിട്ടുള്ളത്. ആ കേസിൽ കുറ്റപത്രം അടക്കം നൽകിയിട്ടുള്ളതാണ്. ആ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. നിയമസഭയിലെ വസ്തുവകകൾ നശിപ്പിച്ച ഒരു കേസുണ്ട് നമ്മുടെ കൺമുന്നിലില്ല. PV Anwar ഒരു കസേര പോലും എടുത്തെറിയുന്നതില്ല. അദ്ദേഹത്തിനോടൊപ്പം വന്ന പ്രവർത്തകരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച MLA മന്ത്രിയായി തുടരുന്നു. ഒരു കസേര പോലും എടുത്തെറിയുന്നത് ദൃശ്യങ്ങളിലില്ലാത്ത, തെളിവുകളില്ലാത്ത PV Anwar ജയിലിൽ കിടക്കുന്നു. നീതിയാണോ? അങ്ങനല്ല. ഒന്ന്, ഡോക്ടർ അരുൺ ഇതിനെ കാണേണ്ടത്, കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആൾ ആ അൺലോഫുൾ അസംബ്ലിയിൽ ഭാഗവാക്കാവുകയും അതിൻ്റെ കുറ്റകൃത്യത്തിന് പ്രേരണ നൽകി എന്നുള്ളതാണ് ശ്രീ PV Anwar-ന്റെ പേരിലുള്ള കുറ്റകൃത്യം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയ ജനകീയ നേതാവ് എന്ന നിലയിൽ അപ്പോൾ അദ്ദേഹം പ്രേരണ നൽകുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നോട്ടീസ് കൊടുത്ത് വിളിച്ചാൽ നിശ്ചയമായും ഞാനും അങ്ങും ഒരു കേസിൽ പ്രതിയായാൽ ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചോ കേസിൽ പ്രതിയായാൽ നിശ്ചയമായും അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാനേ പാടില്ല. അങ്ങനെ പറയുന്നത് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെയും പ്രേരിപ്പിക്കുന്ന ആളുകളെയും വിരുന്നു കൊടുത്ത് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം. അങ്ങനല്ല. ഇതിൽ കാണേണ്ടത് ഇപ്പോൾ ഒരുപക്ഷെ എന്നെയോ അങ്ങയെയോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരുപക്ഷെ ഇത്രയും പോലീസിൻ്റെ ആവശ്യം വരില്ല. ശ്രീ PV Anwar-നെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിശ്ചയമായും അതിൽ പ്രതിരോധമുണ്ടാകാം, അവിടെ മറ്റ് സംഘർഷാവസ്ഥകളുണ്ടാകും. പോലീസ് ആ കരുതലോടുകൂടിയാണ് ഇത്രയധികം പോലീസിനെ കൊണ്ടുപോയിട്ടുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടിയന്തര സാഹചര്യം എന്താണ്? PV Anwar എവിടെയെങ്കിലും ഒളിച്ചോടൂ? അദ്ദേഹം നിയമസഭാ സാമാജികനല്ലേ? ഇതിൽ 35,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഒളിച്ചോടാൻ മാത്രം ഭീരുവാണോ PV Anwar? അങ്ങനെയല്ല. നിയമസഭാ സാമാജികരെന്ന് പറഞ്ഞ് നിയമത്തിന് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ തുല്യത ഇല്ലാതാകുമോ? അവർക്ക് ഏതെങ്കിലും പ്രിവിലേജ് ഉണ്ടാകുമോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഏത് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഏതു വ്യക്തിയാണെങ്കിലും നിയമത്തിൽ സമാന്മാരാണ്. അപ്പോൾ ആ സമാന്മാരായിട്ടുള്ള നിലയിൽ അറസ്റ്റിന് വിധേയപ്പെടാം, ഒരു സംശയമില്ല. ഇന്ന് മന്ത്രിയായിരിക്കുന്ന V. ശിവൻകുട്ടി നിയമസഭയിൽ അന്ന് നടത്തിയ താണ്ഡവനൃത്തം പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പരിധിയിൽ വരില്ലേ? അന്ന് അവിടെ നിന്ന് ഈ സ്പീക്കറിന്റെ കസേരയെടുത്ത് താഴേക്ക് ദൃശ്യങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ചുമലിൽ വരില്ലേ? ഇതിൽ എത്ര പേർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് BL Haskar? അവരാരും ജയിലിൽ കിടക്കാത്ത ആളുകളൊന്നും അല്ല. അവരാരും ജയിലിൽ കിടക്കാതെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ആളുകളൊന്നുമല്ല. ഈ കേസിൽ UDF-ന്റെ അതും ഉത്തരം പറയേണ്ടത് UDF അല്ലേ? UDF ഭരണകാലത്താണല്ലോ അവർ പ്രതിയാക്കപ്പെട്ടത്. UDF ഭരണകാലത്താണല്ലോ ആ കേസിന്റെ അന്വേഷണം നടത്തി കുറ്റപത്രം കോടതി മുമ്പാകെ സമർപ്പിച്ചത്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. 2 വിൻഡോയിലായി നമുക്ക് ആ 2 ദൃശ്യങ്ങളും കൊടുക്കാം. BL Haskar അങ്ങ് നോക്കിക്കോളൂ, പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടോളൂ. എന്താണ് നിയമസഭയിൽ നടന്നത് എന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു വിൻഡോയിലും ഇന്നലെ DFO ഓഫീസ് അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങൾ മറ്റൊരു വിൻഡോയിലും കൊടുക്കാം. ആരൊക്കെയാണ് ആ ദൃശ്യങ്ങളിലുള്ളതെന്ന് നോക്കൂ. 2 നീതി എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഉണ്ടായതെന്ന് നോക്കൂ. 2 ദൃശ്യങ്ങളും നമുക്ക് 2 വിൻഡോയിൽ കാണിക്കാം. BL Haskar നോക്കൂ, എന്നിട്ട് താങ്കൾ പറയൂ, ഇതാണോ തുല്യത? ഇതാണോ തുല്യനീതി? ഇതാണോ ഇക്വാലിറ്റി ബിഫോർ ദി ലോ? നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആദ്യം നിയമസഭ അടിച്ചു തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ ഒരു വിൻഡോയിലും, ഒപ്പം നിലമ്പൂരിലെ നോർത്ത് DFO ഓഫീസ് അടിച്ചു തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ മറ്റൊരു വശത്തും നമുക്ക് കാണാം. ഇതാണ് നിയമസഭയിൽ നടന്ന കയ്യാങ്കളി. ആ നിയമസഭയിൽ നടന്ന കയ്യാങ്കളിയിൽ നിയമസഭയിലെ പ്രോപ്പർട്ടികളൊക്കെ നശിപ്പിക്കുന്നതും നിയമസഭയിൽ അന്ന് സ്പീക്കറിൻ്റെ ചേംബറിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെടുത്ത് പുറത്തേക്ക് എറിയുന്നതും കാണാം. അതിൻ്റെ പേരിൽ ഒരൊറ്റ നേതാവ് പോലും ജയിലിൽ കടന്നിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിൻ്റെ പേരിൽ ഒരാളെ പോലും ജയിലിലിടാതിരിക്കുകയും, എന്നാൽ 35,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചതിന് ഇതാ നോക്കൂ, കസരെടുത്ത് പുറത്തേക്കിടുന്ന ഈ വിദ്വാനെ കണ്ടല്ലോ. ഇദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഹസ്കർ രാത്രിയിൽ വീട് വളഞ്ഞിട്ടുണ്ടോ? 120 പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലേക്ക് എത്തി DYSP ഉള്ളിലേക്ക് ചെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് തുല്യനീതിയാണോ?
അങ്ങനല്ല, ഇതിൻ്റെ തുല്യനീതി എന്നല്ല കാണേണ്ടത്. അതിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഒരു വനിതാ MLA അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് UDF നേതാക്കന്മാരായിട്ടുള്ള MLA-മാർക്കെതിരെ ഒരു കേസ്. അതെന്താ, അതിനെക്കുറിച്ച് പറയാറുണ്ട് എന്നുള്ളത് അവിടെ ആ ഭാഗത്തുണ്ട്. അതൊക്കെ കൗണ്ടർ ആയിട്ടുള്ള കേസുകളാണ്. ഇതാണ് നിയമസഭയിൽ കണ്ടത്. അതൊന്നും നടന്നിട്ടില്ലല്ലോ ഇവിടെ. പക്ഷേ ഞാൻ ന്യായീകരിക്കുകയല്ല ബീൽ ഹാസ്കർ. ചുരുക്കത്തിൽ താങ്കൾ തന്നെ സമ്മതിക്കുന്നു അത് നിർഭാഗ്യകരമായ അറസ്റ്റാണ് ഇന്നലെ ഉണ്ടായത്. അല്ല, അറസ്റ്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ ഒരു അപകടം ഗവൺമെൻറ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാതെ ഇരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ അനാഥത്വത്തിലായിരുന്ന ശ്രീ POE അൻവറിന് UDF പ്രവേശനത്തിന് ഒരു വഴിയൊരുക്കി കൊടുക്കുന്നതിൻ്റെ സാഹചര്യം സൃഷ്ടിച്ചത് നിശ്ചയമായും ഈ അറസ്റ്റായിപ്പോയി. അതൊരു രാഷ്ട്രീയം വിഡ്ഢിത്തരമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ തിരിച്ചു വരാം. സജീവൻ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ ഇടതു നിരീക്ഷകനായ ഹസ്കർ പോലും സമ്മതിക്കുന്നു അതൊരു രാഷ്ട്രീയമായ വിഡ്ഢിത്തമാണ് ഇന്നലെ നടത്തിയത്. Debate with Dr. Arun Kumar.